മരുന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ? മരുന്ന് കൊടുത്താ ഉടനെ മാറുന്ന അസുഖമല്ലല്ലോ കണ്ണേട്ടന്. ആ, മനസ്സ് നന്നാവാതെ ഒരു മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല. ഇതിനു മുമ്പും കണ്ണേട്ടന് ഒരുപാട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അന്ന് അമ്മയായിരുന്നല്ലോ കൊടുത്തോണ്ടിരുന്നത്. അമ്മയുടെ മനസ്സ് നന്നാവാത്തോണ്ടാണോ അസുഖം മാറാതിരുന്നത്? ഇവള് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. അതെ അതെ, സംസാരിക്കാൻ അറിയാവുന്ന ഒരുത്തന്റെ കൂടെ കൂടിയപ്പോഴേ ഇവക്ക് ഭയങ്കര സംസാരമാ. ഭർത്താവിനെ പോലെ തന്നെ ഭാര്യയും തുടങ്ങണ്ട. അയാള് പറഞ്ഞിട്ടുണ്ടാവും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതിന് തക്കതായ മറുപടി കൊടുക്കണമെന്ന്. അത് കേട്ടിട്ടെ നിന്റെ നാവിന്റെ നീളം കൂട്ടണ്ട. ഞാൻ എന്നോട് പറഞ്ഞതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. ഈ മറുപടിയൊന്നും നമ്മുടെ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് ഞാൻ എന്റെ അമ്മയെ അനുസരിച്ചാ ജീവിച്ചത്. ഇപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞു. ഇനി കണ്ണേട്ടൻ പറയുന്നത് കേട്ടാ ഞാൻ ജീവിക്കേണ്ടത്. അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോ ആരുടെ മുന്നിലും പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന കരുതണ്ട. ഇനിയിപ്പോ കണ്ണം പറയുന്നത് മാത്രം അനുസരിച്ചാണോ ജീവിക്കുന്നത്? അതോ ആ സാഗർ പറയുന്നതും കേൾക്കുന്നുണ്ടോ? ആരെന്ത് പറഞ്ഞാലും ന്യായമായ കാര്യങ്ങളാണെങ്കിൽ ഞാൻ കേൾക്കും. സാഗർ എനിക്ക് എന്റെ കൂടെപ്പിറപ്പിനെ പോലെയാ. ഒരാങ്ങളെ ഇല്ലാത്ത ഞാൻ ആ സ്ഥാനത്താ സാഗറിനെ കാണുന്നത്. അതെ അതെ, ഞങ്ങളും പലതും കാണുന്നുണ്ട്. നിങ്ങളൊക്കെ കാണുന്ന കാഴ്ചയല്ല ഞാൻ കാണുന്നത്. അതുപോലെ തന്നെയാ എന്റെ കണ്ണേട്ടനും. സാഗറിനൊപ്പം ഞാൻ സഞ്ചരിക്കുന്നത് കണ്ണേട്ടന്റെ സമ്മതത്തോടെയാ. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അപ്പോഴേ നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരല്ല എന്നെ സംരക്ഷിക്കുന്നത്. അവരല്ല എന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് അവരെ ഒന്നും എനിക്ക് ബോധിപ്പിക്കാനില്ല. മോളെ, അവള് രണ്ടും കൽപ്പിച്ചാണല്ലോ. അവളിപ്പോ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ അവളുടെ മുഖത്തുനിന്ന് ചോര പൊടിഞ്ഞേനെ. കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് അച്ഛനിപ്പോ തലക്കടിച്ചേനെ. ഞാനും അങ്ങനെ തന്നെയാ. ഇവിടെ ഒരു തമ്പുരാൻ ഉണ്ടായിപ്പോയി. വീൽ ചെയറിലിരിക്കുന്ന തമ്പുരാൻ.